മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ വിരാമം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമകൾ ആരായിരിക്കുമെന്ന് അറിയാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മുഴുവൻ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്നതാണ്. അവരുടെ കാത്തിരിപ്പ് മുഴുവൻ ഇന്ന് തീർന്നിരിക്കുകയാണ്. കാലങ്ങളായിട്ട് അജ്ഞാതനായിരുന്ന യെല്ലോമാൻ തന്റെ ട്വിറ്റർ ഹാൻഡിലിൽ കൂടി വീണ്ടും ഉയർന്നു വന്ന് കാത്തിരിപ്പിനുള്ള അവസാനം നൽകി. പുള്ളിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഓണറായി മാറാൻ പോകുന്നത് ഷംസീർ വയലിലാണ്. ഷംസീർ ആരാണ് എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. പ്രമുഖ ഹോസ്പിറ്റൽ വ്യവസായിയും ഇന്ത്യയിലെ ഏറ്റവും ധനികനായിട്ടുള്ള ഡോക്ടറും ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായ യൂസുഫ് അലിയുടെ മരുമകനുമായിട്ടുള്ള ഷംസീർ വയലിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഹരികൾ സ്വന്തമാക്കിയത് എന്ന് യെല്ലോമാൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇന്നലെ മെനഞ്ഞാന്നോ അങ്ങോട്ട് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ പോകുന്ന പോസിബിൾ പൊട്ടൻഷ്യൽ മലയാളികൾ രണ്ടുപേരാണ്. ഒന്ന് വാലൻസി ഹോൾഡിങ്ങിന്റെ ചെയർമാൻ റാഡോ പോൾ, അല്ലെങ്കിൽ ഈ VPN ഗ്രൂപ്പിന്റെ ചെയർമാൻ ഷംസീർ വയലിൽ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഫൈനലി യെല്ലോമാൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഷംസീർ വയലിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണറായി വരുന്നത്. അവസാനത്തെ പേപ്പർ വർക്കുകൾ ഹൈദരാബാദിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്യും. ആദ്യത്തെ പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉടനെ തീരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കടിഞ്ഞാൻ ഒരു മലയാളിയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഓപ്പറേഷണൽ ഹെഡായിട്ട് എന്തുകൊണ്ട് അഭിനയെ നിലനിർത്തി എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഷോർട്ട് ടേമിലെ കാര്യങ്ങൾ വലിയ അത്ഭുതങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ലുലു ഗ്രൂപ്പിന്റെ ബാക്കിങ് ഉള്ളത് കൊണ്ട് തന്നെ ഷംസീർ വയലിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രീതിയിൽ ഈ ഒരു ക്ലബിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.